മത്സരബുദ്ധിയെ എടുത്തു കളയുക. പാർട്ട് 2 ആണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ് തീർന്നില്ല, അതുകൊണ്ടാണ്. ടേക്ക് ഓഫ് യുവർ റിബല്യസ് നേച്ചർ, പാർട്ട് 2വിനകത്ത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മളിലെല്ലാം മാനുഷികമായിട്ടുള്ള റിബല്യസ് അല്ലെങ്കിൽ കലക്കത്തിൻ്റെ മത്സരബുദ്ധി നമുക്കുണ്ട്. അത് സിമ്പിളായിട്ട് 3 കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഒരു ടോയ് ഒരാൾക്ക് മാത്രം കൊടുത്തെങ്കിൽ അവർ 3 പേരും ആ ഒരു ടോയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കും. വേറെ എത്ര ടോയ് കൊണ്ട് കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ അതിനു വേണ്ടി തന്നെ അതിനുവേണ്ടി എത്ര നേരം വേണേലും അവർ വഴക്കുണ്ടാക്കും. എന്നാൽ 3 പേർക്കും ഒരേ വണ്ണം കൊടുത്തേക്കാമെങ്കിൽ വലിയ പ്രശ്നമില്ല. അതൊരു ബുദ്ധിയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ ഈ മത്സരബുദ്ധി ഉണ്ട്. അത് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിലപ്പെട്ടതാണെന്നും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിൽക്കാമെങ്കിൽ അതങ്ങ് മാറിപ്പോവും. അങ്ങനെയുള്ള ആത്മാവ് നമ്മളിൽ വരണം. അപ്പം എന്താണ് ഈ അനുതാപം അല്ലെങ്കിൽ പാപബോധമെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴേ വരത്തുള്ളൂ. അല്ലെ എന്ത് കുറ്റം എനിക്കുള്ളത്? ഞാനെല്ലാം തികഞ്ഞാന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ പാപബോധം വരുന്നത് പരിശുദ്ധാത്മ വരുമ്പോൾ മാത്രമാണ്. യേശുവിൻ്റെ രക്ഷയിലേക്കിട്ടുള്ള തിരിച്ചറിവിനാണ് അനുതാപം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ പിതാവിൽ നിന്ന് മാറി നിൽക്കുന്ന മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ യേശു കടന്നു വന്നു. ആ യേശുവിൽ കൂടെയാണ് രക്ഷ. അത് സത്യം. അങ്ങനെയാണ് വചനം പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3:16. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നതിന് രക്ഷ കിട്ടും. അതിനാണ് ദൈവം ഭൂമിയിൽ വന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ രക്ഷയിലേക്കുള്ള തിരിച്ചറിവ് നമുക്ക് വരണം. 1. പിന്നെ 2, ഇതിന് പരിശുദ്ധാത്മാവ് വരണം. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അനുതാപത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. എന്നിട്ട് നമുക്കൊരു സ്വയബോധം ഉണ്ടാകണം. അങ്ങനെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഈ മുടിയനായ പുത്രൻ്റെ കാര്യം വായിക്കുന്നുണ്ട്. നമ്മൾ മുടിയൻ്റെ പുത്രൻ്റെ കഥ എല്ലാവർക്കും അറിയാം. അത് തിരിച്ചറിവുണ്ടാക്കുന്ന മകൻ്റെ കഥയാണ്. അവനൊരു തിരിച്ചറിവ്. എന്താണ് തിരിച്ചറിവ്? ആദ്യകാലത്ത് അപ്പന് 2 മക്കളാണ്. 2 മക്കളിൽ അവർക്ക് തിരിച്ചറിവ് 2 പേർക്കും ഇല്ല. മൂത്തവന് അവിടെ ഒരു സ്ലേവിനെ പോലെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പനെ പേടിച്ച് ജോലി ചെയ്യുന്നു. രണ്ടാമത്തേന് അവന് അവകാശം ഉണ്ടെന്നറിയാം. അവൻ പറഞ്ഞു, എനിക്ക് സമ്പത്തല്ലേ, എൻ്റേതുള്ളല്ലെങ്കിൽ തന്നേരും, ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് ഇഷ്ടം പോലെ ഞാൻ ജീവിച്ച് കാണിക്കാം. അപ്പൻ്റെ കൂട്ടിൽ ഞാൻ കുറേ കാശും കൂടെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വരും. എന്ത് സംഭവിച്ചു? അപ്പൻ പറഞ്ഞു എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പന് കൊടുക്കാനല്ലേ, മക്കൾക്ക് വേണ്ടിയല്ലേ. അവൻ എന്തിട്ട് കൊണ്ടുപോയിട്ട് എന്ത് വെച്ചാൽ അവൻ കൊണ്ടുപോയ സമ്പത്ത് മുഴുവനും ദൂർത്തടിച്ച് കളഞ്ഞ് നശിപ്പിച്ച് ഇല്ലാതാക്കുക തന്നെയല്ല, അവനൊരു യഹൂദൻ അവസാനം എന്ത് പറ്റി? പന്നികളുടെ കൂട്ടത്തിൽ പന്നിയുടെ ഭക്ഷണം കഴിക്കുന്ന ലെവലിലായി. പന്നികൾ യഹൂദന് നിഷിദ്ധമാണ്. അപ്പോൾ അവൻ്റെ സ്ഥിതി എത്രമാത്രം, അതാണ് നമ്മൾ ആരെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മൾ അധോഗതിയിലേക്കങ്ങ് പോകും. അത് കൊച്ചിലേ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പനമ്മമാർ സമയമെടുത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പം ഈ വിവാഹമോചനം ഇറ്റ്സ് വെരി കോമൺ ഇൻ അമേരിക്ക. ഇറ്റ്സ് ബിക്കം ലൈക്ക് എ ഡിസീസ്, കണ്ടേജിയസ് ഡിസീസ് പോലെ. അത് പറയാനും മടിയില്ല. 1, 3, 5, 6 കല്യാണം നയിക്കുന്നതിന് ആർക്കും മടിയില്ലാത്ത ഒരു കാലമായി മാറുന്നു, വസ്ത്രം മാറുന്നത് പോലെ. അപ്പം ഒരു പ്രായമുള്ളവരും നമ്മൾ ഈ ക്യാമ്പ് ഓഫ് ദ വുഡ്സിൽ പോയി. അപ്പോൾ അവിടെയുള്ള കുറേ അവർക്ക് അങ്ങേയറ്റം ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ അവിടെ പോയി ഒരാഴ്ച ദൈവത്തിൻ്റെ വചനത്തിൽ ധ്യാനിക്കുകയും ഒന്നിച്ച് കുടുംബമായിട്ട് ഒരു റെക്രിയേഷൻ സെൻറ്ററും കൂടാണ് അവിടെ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരാൾ പറയായിരുന്നു, മറ്റുള്ളവരുടെ ഡിവോഴ്സിനെ കുറിച്ച് നിങ്ങൾ മക്കളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യരുത്. 1, അതല്ല ഡിസ്കസ് ചെയ്ത് അവർ കേട്ടു എങ്കിൽ സ്വന്തം മക്കളെ മാറ്റി നിർത്തിയേച്ചു പറയണം, അപ്പൻ ഞാൻ നിങ്ങളെ ഇട്ടൊരിക്കലും പോകത്തില്ല, ഞാൻ നിങ്ങളെ ഇട്ടൊരിക്കലും പോകത്തില്ല, ഞാൻ നിങ്ങളെ ഇട്ടൊരിക്കലും പോകത്തില്ല. അപ്പനും അമ്മയും അങ്ങനെ പറയണമെന്ന്. അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ദൈവം എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും പോകത്തില്ല. പക്ഷെ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ആര് കേൾക്കുന്നു എന്ന് ചോദിക്കുന്നത്. ദൈവം എന്നും പറയുകയാണ്, ഞാൻ നിന്നെ വിട്ടേച്ച്, നിൻ്റെ മക്കളെ വിട്ടേച്ച് ഞാൻ ഒരിക്കലും പോകത്തില്ല. ശരി, അവൻ കള്ളുകുടിയനായിരിക്കും, അവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ അവൻ വേണ്ടാത്ത വഴി ജീവിക്കുന്നവർ, അല്ലെങ്കിൽ പെൺമക്കൾ റിബല്യസ് ആയിരിക്കും. പക്ഷെ കർത്താവ് ഞാൻ അവരെ വിട്ടേച്ച് പോകത്തില്ല, ഇല്ല ഇല്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയുമ്പോൾ ആ മക്കളിൽ അറിയാതെയോ ഒരു ബോധം വരികയാണ്. അങ്ങനെ അപ്പൻ്റെ ആ സ്നേഹത്തിനകത്ത് എന്തോ അവൻ്റെ തലയിൽ കയറിയിട്ടുണ്ട് മുടിയനായ പുത്രന്. ഒരു സമയത്ത് അവൻ വിചാരിക്കുകയാണ്, ഈ പന്നിയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇവിടെ കിടക്കേണ്ട ആവശ്യമുണ്ട്, എൻ്റെ വീട്ടിലുള്ള ജോലിക്കാർക്ക് പോലും ഇതിലും നല്ല ഭക്ഷണമുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുക. സ്വന്തം ഭവനത്തിലെ സ്നേഹപ്രകടനം അന്ന് എന്തൊക്കെയോ ചെയ്തത് അവന് മെമ്മറി തിരിച്ചു കൊണ്ടുവരികയാണ്. അതാണ് നമ്മളും ചെയ്യേണ്ടത്.
എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു, അവർ തിരിച്ചു വരും, മരിക്കുന്നതിന് മുമ്പ് ഞാനത് കാണും, എൻ്റെ കണ്ണാലത് കാണുമെന്ന് പറയാനുള്ള വിശ്വാസം വരണമെങ്കിൽ യേശു പറയുന്ന ആദ്യം കേൾക്കണം. യേശു പറയാണ്, ഞാൻ നിന്നെ വിട്ടേച്ച് പോകുന്ന ക്വസ്റ്റ്യൻ, ഐ നെവർ ലീവ് യു നോ forsake you, ഐ ആം ദ സെയിം യെസ്റ്റർഡേ ടുഡേ ഫോറെവർ. അല്ല പിന്നെ ക്രൂശ് മരണത്തിന് വേണ്ടി സ്വർഗത്തിൽ ഈ മനുഷ്യൻ്റെ അടി കൊണ്ട് കൊല്ലുമെന്ന് അറിഞ്ഞിട്ട് ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ട്? അത് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി ചെയ്യണം. പാപബോധം നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ അവനെന്താ പറയുന്നത്? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കും. അങ്ങനെ പാപബോധം വരുന്നതുണ്ട്. ഇനി നിൻ്റെ മകനെന്ന അറിവില്ലായ്മയായിരുന്നു അവൻ്റെ പാപം. അതുകൊണ്ടാണ് അവൻ പന്നിയുടെ കൂടെ പോയത്. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഭാര്യമാരും ഒക്കെ മാറിപ്പോന്ന് നമുക്ക് അവർ താമസിക്കുന്നിടത്ത് അവർക്കൊരു വിലയില്ല എന്നുള്ള തോന്നൽ വരിക. അതും ദുഷ്ടപിശാചിടുന്ന. അതിന് നമ്മൾ കോൺഷ്യസ് ആയിട്ട് സമയമെടുത്ത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കണം. അമ്മയിൽ ഐ ലവ് യു ഓൾ ദ ടൈം, നോ മാറ്റർ വാട്ട്. കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആക്കാവുന്ന ഒരു പ്രവണത നമ്മുടെ പല സമൂഹത്തിൽ, ഇവിടെ ഈ നാട്ടിലുള്ളൊരു പ്രത്യേക നേച്ചറാണ്. കുറ്റം പറഞ്ഞ് ദൈവത്തിലേക്കാക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്, സ്നേഹം കൊണ്ട്. യേശു അതല്ലേ ചെയ്തത്. ഹി സെറ്റ് ദ ഗുഡ് എക്സാമ്പിൾ. അതുകൊണ്ട് സത്യ അനുതാപികൾ ദൈവത്തിൽ മറഞ്ഞിരിക്കണം. കർത്താവ് എന്താ ചെയ്ത് അതുപോലെ ചെയ്യാൻ പഠിക്കണം. ക്രിസ്തുവെന്ന തലയോളം വളരല്ലേ ക്രിസ്തുവിനെ പോലെയാണ്. അപ്പം നമ്മൾ ഈ പാപബോധം വരുമ്പോൾ, പാപബോധം തന്നെ രണ്ട് തരത്തിലുണ്ട്. ആത്മീയമായ പാപബോധം വരുന്നെങ്കിൽ അത് നമുക്ക് നിത്യജീവനിലേക്ക് തിരിക്കും, അതായത് പാപത്തെ വെറുത്തിട്ട് നിത്യം. എന്നാൽ ജഡികമായ പാപബോധം വരുമ്പോൾ സൂയിസൈഡ് ചെയ്യും. ഞാൻ എല്ലാം കലക്കി മറിച്ചെന്നാൽ ഞാൻ ആർക്കും ശല്യമാണ്, ഞാനങ്ങ് ചത്തേക്കാം. അത് വിഡ്ഢിത്തരമാണ്. ഒരിക്കലും നമ്മുടെ ആത്മാവിനെ ഹനിക്കരുത്. നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു, പോയിസൺ എടുത്ത് കഴിക്കാം, അല്ലെ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ ഉള്ളതെല്ലാം റിബല്യസ് സ്പിരിറ്റാണ്. അതിന് പകരം കറക്റ്റ് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്യുക. കർത്താവേ, ഞാൻ വില്ലിങ് ടു ബി കറക്റ്റ്. ദൈവത്തോടാണ് പറയേണ്ടത്, നമ്മളിലെ ഉള്ളിലാണ്. എവിടെയെങ്കിലും നമ്മൾ ഒരിക്കലും കുറ്റം ചെയ്യാത്തപ്പോഴും നമുക്ക് ചിലപ്പം നമ്മൾ ദൈവത്തോട് ദൈവത്തോട് മനസ്സാക്ഷി വേണം. കർത്താവ് എവിടെയെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വില്ലിങ് ടു ബി ചേഞ്ച്ഡ്. കർത്താവ് മാറ്റും. അപ്പോൾ കർത്താവ് ഇങ്ങനെ ഈ അടുത്തിടെ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. എന്നോട് ദൈവം പറയും, ഐ ഹാവ് ടേക്കൺ ദ മാറ്റർ ഇൻ മൈ ഹാൻഡ്. ഞാനാണ് വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളെന്തിനാണ് വേദനിക്കുന്നത്? നമ്മുടെ മക്കളുടെ കാര്യം ദൈവമായി ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാലും നമ്മൾ ആകൽപ്പെടുത്തില്ലേ? മക്കളുടെ കാര്യം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പേടി വരും. അതാണ് ആ ഇമോഷൻസ് കിടന്ന് ദൈവീക നിയമത്തിനുപരിയായിട്ട്, ദൈവീക സത്യത്തിനുപരിയായിട്ട് ഇമോഷൻസ് വരുമ്പോൾ കലക്കി മറിക്കും. അതുകൊണ്ട് ദൈവം പറഞ്ഞു പ്രത്യാശയോടുകൂടെ കടന്നു വരണം. എങ്ങനെയാണ് പ്രത്യാശ ഉണ്ടായത്? മുടിയനായ പുത്രൻ വിചാരിച്ചു, അയ്യോ എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ വേലക്കാർക്ക് ഇതിൽ കൂടുതൽ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല സ്ഥിതി, ഞാൻ തിരിച്ചു പോയിട്ട് അപ്പനോട് അനുദപിക്കാൻ പോകും, അനുദപിച്ച് കഴിയുമ്പോൾ എന്നെ അപ്പച്ചൻ സ്വീകരിക്കും. അതൊരു പ്രത്യാശ, ആ ഹോപ്പ് അവൻ്റെ ഹൃദയത്തിലിട്ടത് അവൻ്റെ ചെറുപ്പകാലത്തിലുള്ള വളർച്ചയാണ്. നമ്മളത് തന്നെ ആഗ്രഹിക്കുന്നത്. മക്കളെ അമിത സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ നോക്കണം. അങ്ങനെ വളർത്തിയെടുത്ത മക്കളെ കുറേ പേരെ എനിക്കറിയാം. എന്നാൽ അപ്പൻ സ്നേഹം കാണിക്കാതെ വളർത്തിയവരെ എനിക്കറിയാം. അതിന് വലിയ ഡിഫറൻസ് ഉണ്ട്. വി ഷുഡ് ബി ടേക്കിംഗ് ടൈം ടു ഷോ ദാറ്റ് വി ലവ് ആൻഡ് വി കെയർ. വി വിൽ ടേക്ക് ദ സാക്രിഫൈസ്. പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വാ. പിതാവിൻ്റെ അടുക്കിലേക്ക് മുടിയനായ പുത്രൻ തിരിച്ചു വന്നതുപോലെ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരണം. യേശുവിൽ കൂടെയുള്ള രക്ഷയിലേക്ക് തിരിച്ചു വരുന്ന അനുതാപമാണ് ആദ്യ പടി. നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ മകൻ ദൂരത്ത് വരുന്നതേ അപ്പൻ കാണുകയാണ്. ആ ഭാഗം ഞാൻ വായിക്കാൻ പോവാണ്. ഇത് പിതാവാൻ ദൈവത്തെ തന്നെ. ഞാൻ ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന്. സി ദ മോമെൻറ്റ് വി റിപ്പൻറ്റ്, അത് നമ്മുടെ മനസ്സുകൊണ്ട് പോലെ ദൈവം ഞാൻ തെറ്റ് ചെയ്തു പോയത്, ആ ഒരു അനുതാപം ദൈവം ഇട്ട് കൊടുക്കണം. പരിശുദ്ധാത്മ ആ നിമിഷത്തിൽ അവർ ദൈവവുമായിട്ട് യോജിച്ചില്ലേ? ഒരു ഭാര്യ ഭർത്താവിനോട് ശരിയാണ് ഞാൻ പോയി ക്ഷമ ചോദിക്കാൻ പോകും. സത്യത്തിൽ ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് നല്ലൊരു ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് സൗദി അറേബ്യയിൽ. അവർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ആത്മാവിൽ ഒത്തിരി വളർച്ചകൾ വരെ അവർ വന്ന് നമ്മുടെ കൂടെ ഒരു ദിവസം താമസിച്ചു. ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇത് ചോദിക്കണം എങ്ങനെ ഇത്. അവരെ കണ്ടപ്പോൾ ഞാനൊന്നും ചോദിച്ചില്ല. ഐ വാസ് എൻജോയിങ് ദ ടൈം വിത്ത് ദം. ഒരു ദിവസം ഇവിടെ നമ്മളിവിടെ വർത്താനം പറഞ്ഞു അവർ തിരിച്ചു പോയി, ഞാൻ സന്തോഷമായിട്ട് വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ വന്നപ്പോൾ എന്തൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെയാണ്. ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ മുമ്പിൽ വന്നേക്കും നമുക്കൊന്നും ചോദിക്കാൻ കാണത്തില്ല. ബിക്കോസ് ഹിസ് പ്രസൻസ് ഇറ്റ്സെൽഫ് വിൽ സാറ്റിസ്ഫൈ അസ്. മുടിയനായ പുത്രൻ പറഞ്ഞപ്പോൾ അപ്പൻ ദൂരത്തേന്ന് കാണുകയാണ്.
അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച മകൻ അപ്പനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്യുന്നു. അവൻ അനുദപിക്കുന്നുണ്ട്. അപ്പൻ എന്ത് ചെയ്തു? അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കേ, അവൻ്റെ കൈക്ക് മോതിരയിടേ, കാലിന് ചെരുപ്പിട്ട് കൊടുക്കേ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവാ, അറക്ക്, നമുക്ക് തിന്ന് ആനന്ദിക്കാം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജനിച്ചു, കാണാതെ പോയിരിക്കുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അത് മതി, അതാണ് രക്ഷ. ഈ ഷണ്ണന് ഫിലിപ്പോസ് വന്നിട്ട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് സ്നാനം ഏൽപ്പിച്ചിട്ട് ഷണ്ണൻ സന്തോഷമായിട്ട് പോയെന്ന് എഴുതിയിരിക്കുന്നു. എങ്ങനെയാണ് സ്നാനം ഏറ്റെടുത്ത് ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം നമുക്കുണ്ടോ? അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരണം. ഇന്നൊരു തീരുമാനം എടുക്കും, ഞാൻ അപ്പൻ്റെ അടുക്ക് തിരിച്ചു പോവുക. വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മുടെ ജീവിക്കാൻ നമ്മുടെ ലോകത്തിൽ തന്നിരിക്കുന്ന അപ്പന്മാർ ചിലപ്പം കള്ളുകൂടിയനായിരിക്കും, ദുഷ്ടനായിരിക്കും. എന്നാലും പിതാവാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്ന പോലെ ഞാൻ അവിടെ തിരിച്ചു പോകുന്ന പിതാവ് ദൈവം തമ്പുരാൻ ആ മനുഷ്യൻ്റെ ഹൃദയം മാറ്റും. പരീക്ഷിച്ച് നോക്കുക. ജോസഫിനെ ഉയർത്തിയതുപോലെ ദൈവം അനേകരെ ഉയർത്താൻ ആഗ്രഹിക്കും. നമുക്ക് ദൈവത്തിലേക്ക് കടന്നു വരാം. നാഥാ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ അനുതാപത്തോടെ, പാപബോധത്തോടെ, തിരിച്ചറിവോടെ, എന്താണ്, ഞാൻ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള ബോധമാണ് ഞങ്ങളെ ആദ്യം മനസ്സിലാക്കി. അത്ര ഞാൻ ആരെന്ന് മനസ്സിലാക്കി, ഞാൻ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാൻ പഠിച്ച് ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ മാറി നിൽക്കും? അപ്പച്ചൻ്റെ മഹത്വമല്ലേ, ഗ്ലോറി, അപ്പച്ചൻ്റെ ടാഞ്ചിബിൾ പ്രസൻസ്, സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രസരിപ്പ് നമുക്ക് ചുറ്റും അകത്തും പുറത്തും. ആദ്യം നമ്മുടെ അകത്താണ് കർത്താവെ ആവശ്യം. മനസ്സാത്മാവ് മുഴുവനും വചനം കൊണ്ട് നിൽക്കണം. വചനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അകത്തെ ആത്മാവ് അങ്ങ് ബലം പ്രാപിക്കുകയാണ്. ആറ്റമിക് പവറാണ് കർത്താവെ. ആ ഡൈനമൈറ്റ് പവർ ഞങ്ങളിലുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവൻ എപ്പോഴും ഞങ്ങളുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ തോറും വരുന്ന എന്നീ വചനങ്ങൾ കർത്താവെ അനേക മക്കൾക്ക് ആത്മാവിൻ്റെ ഭക്ഷണമാക്കി കൊടുക്കണമേ. അത് കഴിഞ്ഞ് അവർ ജഡത്തിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് സമൃദ്ധമാക്കി, ആ ഒരു പ്രയോജനമുള്ളതാക്കി, രോഗം മാറ്റി ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാക്കി മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇഷ്ടം ചെയ്യുക, അതായത് യേശു പറയുന്നത്, ഞാൻ എന്തിനാണ് വന്ന് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക, അതാണ് ഏറ്റവും ഇഷ്ടം പിതാവിന്. ഞങ്ങളും അത് തന്നെ ചോദിക്കുന്നു. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണം ഞങ്ങളെ പഠിപ്പിക്കണമേ. നാഥൻ, ഞങ്ങളെ തലമുറയുടെ മേൽ നിൻ്റെ ആത്മാവിൻ്റെ പകർച്ച ഒഴുകട്ടെ. കല്ലുപോലെ കഠിനമായ ഹൃദയങ്ങളെ കർത്താവ് തൻ്റെ വചനമാകുന്ന വാൾ വെച്ച് വെട്ടി രണ്ടായിട്ട് പുലർത്തിയിട്ട് അതിൻ്റെ അടിയിലുള്ള ജീവ ഉറവ് ഇതാ പൊങ്ങി അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഒഴുകി 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 അങ്ങനെ വീഴുക അപ്പച്ച, അത് സമുദ്രമായിട്ട് പോയിരട്ടെ. അനേക മക്കൾ ഈ വെള്ളത്തിൽ കുളിച്ചു പൊങ്ങട്ടെ അപ്പച്ച. എസെക്കിയേൽ 47 പറയുന്നത് പോലെ ഈ ജീവവെള്ളം, ഇത് പഥ്യമായ വെള്ളം അപ്പച്ച. ഇത് എവിടെ ചെല്ലുന്നോ അവിടെ ഐശ്വര്യവും ജീവനും വരും. അതിന് ചുറ്റും കർത്താവെ ജീവവൃക്ഷമുണ്ട്. അവിടെയെല്ലാം വെള്ളത്തിനകത്ത് ഇഷ്ടം പോലെ മത്സ്യങ്ങളുണ്ട്. നമുക്ക് ഭക്ഷിക്കാനുള്ളതെല്ലാം അവിടെ ഉണ്ട് കർത്താവെ. അതിന് ചുറ്റും നിന്ന് ആളുകൾ സന്തോഷിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ സഭകളെ, ഞങ്ങളുടെ ചേർച്ചുകളെല്ലാം ആക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ അത് ചെയ്യാൻ ഒക്കുക അപ്പച്ച. ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പറയുന്നു. അപ്പച്ചൻ അത് ചെയ്താട്ട് ദൈവം അത് ഏറ്റെടുത്തിരിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.